ion. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Kirchhoff law ആണ്. First, we will go to Kirchhoff current law. So, what is Kirchhoff current law? It is the algebraic sum of currents at any node of the circuit is zero. ഇവിടെ നമ്മൾ ഒരു നോഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. Let this node be named as A. A എന്ന് പറയുന്ന നോഡിലേക്ക് കുറെ കറണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആൽജിബ്രിക് സം എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ എന്നാണ് കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത്. സോ ഈ ഒരു ജംഗ്ഷൻ, let that A can be considered as a junction. So the current going out from this node A is taken as positive and which are coming towards the node is taken as negative here. Okay. അപ്പം ഇവിടെ I1 പുറത്തോട്ട് പോകണം, I1 പ്ലസ് ഞാൻ കൊടുത്തു, സോ പ്ലസ് I1, I2 ഉള്ളിലോട്ടാണ് വരുന്നത്, സോ മൈനസ് I2, I3 പുറത്തോട്ടാണ്, പ്ലസ് I3, പ്ലസ് I4 മൈനസ് I5 is equal to 0. ഇതാണ് നമ്മുടെ കിർച്ചോഫ് ലോ പറയുന്നത്, കറണ്ട് ലോ പറയുന്നത്. And this can be written as like this: I1 plus I3 plus I4 is equal to I2 plus I5. So the incoming currents and outgoing currents will be equal to same. അതും കിർച്ചോഫ് ലോയിൽ നമുക്ക് അങ്ങനെയും പറയാം. Okay. Now next one is, അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോയാണ്. കിർച്ചോഫ് വോൾട്ടേജ് it is also known as KVL. ഇവിടെ പറയുന്നത് algebraic sum of voltages or voltage drops in any closed path of network that is transversed in a single direction is equal to 0. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എല്ലാം ഡിസിപ്പേറ്റ് ആവും എന്നുള്ള കൺസിഡറേഷൻ ആണ്. സോ വി ആർ കൺസിഡറിങ് എ സർക്യൂട്ട് ഹിയർ. ഇവിടെ നമുക്ക് V1 V2 വോൾട്ടേജ് സോഴ്സുകളുണ്ട്. സോ ദിസ് ഇസ് V1, this is V2, this is R1, this is R. ഇതിലൂടെ പോകുന്ന കറണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് I ആണ്. സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കറണ്ട് കയറുന്ന ഭാഗം പ്ലസ് ആയിട്ട്, റെസിസ്റ്ററിന്റെ കേസിൽ കറണ്ട് കയറുന്ന ഭാഗം പ്ലസ് ആയിട്ടും കറണ്ട് ലീവ് ചെയ്യുന്ന ഭാഗം മൈനസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൺ ഡയറക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വോൾട്ടേജ് സോഴ്സിൽ ഓൾറെഡി ഇറ്റ് ഇസ് ഗിവൺ പ്ലസ് മൈനസ് എവിടെയാണെന്ന് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് കറണ്ട് കയറുന്ന റെസിസ്റ്റൻസിലെ ഇനീഷ്യൽ പോയിന്റ് പ്ലസ്, ഫൈനൽ പോയിന്റ് മൈനസ്. നെക്സ്റ്റ് റെസിസ്റ്ററിൽ കയറുന്ന പ്ലസ്, ഇറങ്ങുന്ന മൈനസ്. സോ കറണ്ട് കയറും. അപ്പോൾ ഒരു കറണ്ട് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ there will be automatically voltage drop. സോ വോൾട്ടേജ് ലോയിൽ പറയുന്നത് മുഴുവൻ വോൾട്ടേജ് ഡ്രോപ്പുകളെ കുറിച്ച്, അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജസിനെ ബേസിലാണ്. അപ്പോൾ ഇവിടെ if I take the current direction വെച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഞാൻ എഴുതുന്ന വോൾട്ടേജുകളുടെ വാല്യൂസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആവാം. അത് ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. ഈ കറണ്ട് ഇപ്പം ഇത് ഈ ലൂപ്പ്, ഈ ഒരു ക്ലോസ് പാത്ത് കൂടെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാല്, അപ്പൊ ഈ കറണ്ട് കയറുന്നതോടെ നമ്മൾ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഏതി കൂടെയാണ്, മൈനസ് കൂടെ എൻറ്റർ ചെയ്തു, പ്ലസ് കൂടെ ലീവ് ചെയ്തു. അപ്പോ ഇറ്റ് ഈസ് റിട്ടൺ ആസ് മൈനസ് V1. തുടക്കം ഏതാണോ സൈൻ അതാണ് കൺസിഡർ ചെയ്യുന്നത്. V2ന്റെ കേസിൽ നോക്കി മൈനസ് കൂടെ എൻറ്റർ ചെയ്തു, പ്ലസ് കൂടെ ലീവ് ചെയ്തു. സോ ഇറ്റ് ഈസ് മൈനസ് V2. ഇവിടുത്തെ കേസിൽ റെസിസ്റ്റർ R1 കൂടെ എൻട്രി ചെയ്യുന്നതോടെ നമ്മൾ പ്ലസ് ഇട്ടിട്ടുണ്ട്, ഇറങ്ങുന്നതോടെ നമ്മൾ മൈനസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ പ്ലസ് കൂടെ കയറി മൈനസ് കൂടെ ഇറങ്ങി. സോ ഇറ്റ് ഈസ് പ്ലസ് കറണ്ട്, നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ടിന് I എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ IR1. R2 കൂടെ എൻട്രി ചെയ്യുമ്പോൾ പ്ലസ് കൂടെ കയറി മൈനസ്, പ്ലസ് IR2 is equal to 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നത് ഇനിയൊന്ന് ഐന്റെ ടേംസ് വിന്റെ ടേംസ് എല്ലാം രണ്ട് സൈഡിലേക്ക് ആക്കണം. സോ ഈക്വൽ ടു അപ്പുറം ആകുമ്പോൾ I can write V1 plus V2 is equal to IR1 plus IR2 and V1 plus V2 is equal to I into R1 plus R. From this I can find the value of I. So I നെ എനിക്ക് എങ്ങനെ എടുക്കാം, I is equal to V1 plus V2 divided by R1 plus R. Sorry.
R1 plus R2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. ഇനി സപ്പോസ് നമ്മുടെ വോൾട്ടേജ് സോഴ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ് വേറൊരു സ്റ്റൈലിലാണ് വിചാരിക്കുക. ഞാൻ പേജ് മാറ്റുന്നുണ്ട്. അപ്പം വേറൊരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു സർക്യൂട്ട് എന്ന് കഴിക്കാം. വോൾട്ടേജ് സോഴ്സിന് പ്ലസ് മൈനസ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം, എന്നാലും ഞാൻ നോട്ട് ചെയ്യുന്നത് മാത്രം. കറന്റ് ഡയറക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത് തിരിച്ചാണ്. മീൻസ് തിരിച്ചെന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് V1 കറസ്പോണ്ടിങ് ആയിട്ടല്ല എടുക്കുന്നത്, V2 കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ കറന്റ് ഡയറക്ഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. സോ കറണ്ട് I1 പാസ് ചെയ്യുന്നു, R1 ഉണ്ട്, R2 ഉണ്ട്, V1 ഉണ്ട്. നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് കയറുന്ന ഭാഗം വെച്ചത് കറണ്ട് V1 കയറുന്ന പ്ലസ് സി കൂടെയാണ് കയറുന്നത്, പ്ലസ് V1, V2 മൈനസ് സി കൂടെ കയറുന്നത് മൈനസ് V2, R1 നമ്മളെപ്പോഴും റെസിസ്റ്റർ കേസിൽ കയറുന്നത് പ്ലസ്, കറണ്ടിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് കയറുന്നത് പ്ലസ്, ഇറങ്ങുന്നത് മൈനസ്. സോ IR plus IR1 plus IR2 equal to 0. So V1 minus V2 equal to IR1 plus IR2 എന്ന് നമുക്ക് കിട്ടും. And from this I can find the value I is equal to V1 minus V2 divided by R1 plus R2. then എനിക്ക് ഇങ്ങനെ എഴുതാം, V1 minus V2 equal to I into R1 plus R2. അതിൽ നിന്ന് I made the equation for I. So this is what is our Kirchhoff current law and voltage. Thank you.